കോട്ടയം മെഡിക്കൽ കോളേജിൽ അച്ഛന്റെ ചികിത്സക്കായി എത്തിയ യുവാവിന്റെ കൈ പിടിച്ചു തിരിച്ചതായി പരാതി. എരുമേലി സ്വദേശി അരവിന്ദാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ ആരോപണം ശരിയല്ലെന്ന് ഗാന്ധിനഗർ പോലീസ് പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ യുവാവ് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. അച്ഛന്റെ ചികിത്സയ്ക്കായി കൂട്ടിരിപ്പിന് വന്ന അരവിന്ദ് രാത്രിയിൽ കിടന്നുറങ്ങിയത് മെഡിക്കൽ കോളേജ് ലാബിന് സമീപത്താണ്. തുണി വിരിച്ച് കിടന്നുറങ്ങിയ അരവിന്ദിന്റെ കൈ പിടിച്ച് തിരിച്ച് എഴുന്നേൽപ്പിച്ചുവെന്നാണ് പരാതി. കാരുണ്യയുടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടെ ഒരു തുണി വിരിച്ച് ഞാൻ അതിൻ്റെ അടുത്തുള്ള ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങി ഏകദേശം ഉറക്കം വന്നു കഴിയുമ്പോൾ എൻ്റെ കൈ പിടിച്ച് പുറകോട്ട് വളച്ചൊടിക്കുന്നത് പോലെ വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 3 പോലീസുകാരും ഒരു SI നിൽപ്പുണ്ട്. ഇനി എന്നെ എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ ചികിത്സയായിട്ട് വന്നതെന്ന് പറഞ്ഞു. കാരണം പുള്ളി അന്നേരം ഈ കൈ പിടിച്ച് പുറകോട്ട് മടക്കി പിടിച്ചുകൊണ്ടാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും SP-ക്കുമെല്ലാം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാവ്. ഞാൻ പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം നാളെ ഇതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്ര ഒരു അവസ്ഥ ഉണ്ടല്ലോ. അദ്ദേഹം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വന്ന് എന്നെ വിളിക്കാം, അല്ല കൊട്ടി വിളിക്കാം. ഇത് കൈ പിടിച്ച് ഉപദ്രവിച്ച് ഉണർത്തുന്ന രീതിയിലേക്കാണ് പോയത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടായിരിക്കാൻ ഇത്തരം പോലീസുകാർക്ക് കർശന നടപടി സ്വീകരിക്കണം. അതേസമയം അരവിന്ദന്റെ ആരോപണങ്ങൾ ഗാന്ധിനഗർ പോലീസ് തള്ളി. മെഡിക്കൽ കോളേജ് പരിസരത്ത് മോഷണം വ്യാപകമായതിനാൽ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അല്ലാതെ മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പോലീസ് പറഞ്ഞു. 24 കോട്ടയം.